Assalamualaikum. Welcome back to Aisha's World. Now I am going to drink recipe. This is boosto, comblano, or any podi use either നമ്മളിപ്പോ പാലിലൊക്കെ ഇട്ട് കുടിക്കാൻ വാങ്ങിക്കുന്ന ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ ഇവിടെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന അമുലിന്റെ ചോക്ലേറ്റ് ആണ് അതിന്റെ പാക്കറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഏത് പൊടിയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത ഈ ഡ്രിങ്ക് ഇതേപോലെ കോൾഡ് ആയിട്ടും ഉണ്ടാക്കാം. അതായത് കോൾഡ് കോഫി പോലെ ഉണ്ടാക്കാനും പറ്റും, ഇതേപോലെ ഹോട്ട് കോഫി പോലെ ഉണ്ടാക്കാനും പറ്റും. ഞങ്ങളൊക്കെ അധികവും തണുപ്പ് കാലത്താണെങ്കിൽ ഇതേപോലെ ഹോട്ട് കോഫി പോലെയാണ് ഉണ്ടാക്കല്. പക്ഷെ നമ്മൾ ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ കോൾഡ് കോഫി പോലെ ആക്കിയിട്ട് മിക്സിയിൽ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതിന്റെ പാക്കറ്റ് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അമുൽ പ്രോന്റെ ചോക്ലേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലേവറിലുള്ള പാക്കറ്റാണ്. വേ പ്രോട്ടീൻ മാൾട്ട് ബിവറേജ് ഇതാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് യൂഷ്വലി നമ്മൾ ഹോർലിക്സോ അല്ലെങ്കിൽ ബൂസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാറുണ്ട്. ചോക്ലേറ്റ് ഫ്ലേവർ ആണെങ്കിൽ ഒന്നും കൂടി നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഇപ്പോൾ ഒരു കപ്പ് പാൽ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി പാൽ ഒഴിച്ചു കൊടുക്കണം. സൗണ്ട് ഉണ്ടാക്കല്ലോ മോളെ. ഇപ്പോൾ മൊത്തത്തിൽ 3 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക്. 3 കപ്പ് എന്ന് പറയുമ്പോൾ 750 ml, 2 കപ്പ് എന്ന് പറയുമ്പോൾ 1 ലിറ്റർ, അപ്പോൾ 3/4 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം നിർബന്ധമില്ല കേട്ടോ. ഇല്ല, ഫ്രഷ് ക്രീം ഇപ്പം എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഫ്രഷ് ക്രീം ഇല്ലാതെയാണ് ഞാൻ അധികം ഉണ്ടാക്കാറ്. എന്നാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടാണ്. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേക്ക് ഇതേപോലെ കുടിക്കാൻ നല്ല എന്താ പറയുക, നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ നമുക്ക് ഈ പാല് ഓൾറെഡി തിളപ്പിച്ചെടുത്ത് വെച്ച പാലായിരുന്നു. എന്തായാലും ഒന്ന് തിളച്ച് വരണം. അപ്പോഴാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പാല് ഏകദേശം തിളച്ച് വരാറായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഏത് പൗഡറാണ് യൂസ് ചെയ്യുന്നത്, ഹോർലിക്സോ കോംപ്ലാനോ ബൂസ്റ്റോ ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ ഏതാണെങ്കിലും അതൊരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് ധാരാളമായിരിക്കും. ഒരു നോർമലായിട്ടുള്ള പഞ്ചസാരൻ്റെ അളവാണ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ആഡ് ചെയ്യാം, കുറവ് വേണമെങ്കിൽ കുറവും ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂണ് കോഫി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് കോഫി പൗഡർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കോറി ഇല്ലാത്ത കോഫി പൗഡർ ഉണ്ട്. ഞാൻ ലൂസ് പോലെ ഒരു പാക്കറ്റായിട്ട് വാങ്ങിക്കുന്നതാണ്. ഫേമസ് ബ്രാൻഡൊന്നുമല്ല ഇവിടുത്തെ മലയാളി കടയിൽ നിന്ന്. ബ്രൂ കോഫിയോ ഏത് കോഫി പൗഡർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഒരു 2 ടീസ്പൂണാണ് കേട്ടോ, കുറച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത്രയും കോഫി പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഏകദേശം ഒന്ന് തിളച്ച ശേഷം, കുറേ തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ 2 കയ്യിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി ഇതേപോലത്തെ 2 ഗ്ലാസ്സിലോ അല്ലെങ്കിൽ 1.5 ഗ്ലാസ്സിലോ ഒഴിക്കാൻ അത്ര ഉണ്ട്. അപ്പോൾ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു 6 ആൾക്കാർക്കൊക്കെ സെർവ് ചെയ്യാനുള്ളത് ഇതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ തന്നെ ഇത് കോൾഡ് കോഫി ഇല്ലെങ്കിലും ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഡയറക്റ്റ് ഇതേപോലെ തന്നെ ഫ്രഷ് ക്രീം അവോയ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി. നെക്സ്റ്റ് ഇതിൻ്റെ കോൾഡ് കോഫി വേർഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഹോട്ട് കോഫീൻ്റെ വേർഷൻ നമ്മൾ കണ്ടു. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ കോൾഡ് കോഫി ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നല്ല തിളക്കണ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം, ബ്രൂവോ അങ്ങനത്തെ കോഫി. ഞാനിപ്പോൾ ഇവിടെ ലൂസായിട്ട് അല്ലാത്ത ഒരു പാക്കറ്റിൽ വാങ്ങിക്കുന്നതാണ്. ഞാൻ ഇതിൽ പറഞ്ഞല്ലോ ഹോട്ട് കോഫീൻ്റെ അത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം. കാരണം നമ്മൾ തണുത്ത പാലല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡയറക്റ്റ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോഫി കറക്റ്റായിട്ട് മിക്സ് ആവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഞാൻ നേരത്തെ ഹോട്ട് കോഫി ഉണ്ടാക്കുമ്പോൾ 3/4 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൾഡ് കോഫിക്ക് 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിർബന്ധമില്ല. ഫ്രഷ് ക്രീം ഓപ്ഷണൽ മാത്രമാണ്, നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫ്രഷ് ക്രീം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളടുത്ത് ഫ്രഷ് ക്രീം ഉണ്ടാകുമ്പോൾ അത് ആഡ് ചെയ്തിട്ട് ചെയ്യുക. അല്ല ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യുക. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 1/2 ലിറ്റർ പാലും 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പം ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ പൗഡറാണ്. ഹോർലിക്സോ കോംപ്ലാനോ ബൂസ്റ്റോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ചോക്ലേറ്റ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഇതൊരു 2.5 ടീസ്പൂണാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഹോട്ട് കോഫിക്ക് 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 2.5 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ലിറ്റർ പാലല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറവാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് കൂടുതലും കുറവും എടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ നല്ല ആ ഒരു കുത്തലുണ്ടാവും കുറേ കൂടുതൽ ആഡ് ചെയ്താൽ കേട്ടോ. അപ്പോൾ കുറവ് ആഡ് ചെയ്യാം. ഒരു 2.5 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ നല്ല മീഡിയം മധുരമാണ്, അത് മതിയാവും, അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ടേബിൾ സ്പൂണിൻ്റെ മെഷർമെൻറ്റ് നല്ല മറ്റേ സ്പൂണല്ല എടുക്കുന്നത്, കറക്റ്റ് ടേബിൾ സ്പൂണിൻ്റെ മെഷർ ചെയ്യുന്ന ആ സ്പൂൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോർമലി കിച്ചണിൽ യൂസ് ചെയ്യുന്ന സ്പൂൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അളവ് വ്യത്യാസം വരും കേട്ടോ, കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ കോഫിയും വെള്ളവും കൂടി മിക്സ് ചെയ്തിരുന്നല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയ ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഏത് ഗ്ലാസ്സിലേക്കാണോ സെർവ് ചെയ്യുന്നത് ആ ഗ്ലാസ്സിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം ചോക്ലേറ്റ് സിറപ്പ്. ഇതും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ നോർമലി വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഗസ്റ്റൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഒരു ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇതുണ്ടാവുന്നേ ഉള്ളൂ. കാണാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ അധികവും ചെയ്യലൊന്നുമില്ല. ഞാനിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെ അധികം ഉണ്ടാക്കലില്ല. നമ്മൾ തന്നെ ഇങ്ങനെ പാല് കുടിക്കാൻ ഇപ്പോൾ മടിയാകുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പം ഇതുകൊണ്ട് പാല് പ്ലെയിൻ ആയിട്ട് കുടിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റ് സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ഒരു ഗ്ലാസ്, ഇതിപ്പോൾ 2.5 ഗ്ലാസ് ഒക്കെ ഉണ്ടാവും കേട്ടോ, 2.5-3 ഗ്ലാസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വലിയ ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ മറ്റ് സെർവിങ്സ് ആകുമ്പോൾ ഒരു 5 ഗ്ലാസ്സൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഗ്ലാസ്സിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ്. 2 കോൾഡ് ആയാലും ഹോട്ട് ആയാലും രണ്ടായാലും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യു.